നിങ്ങൾ ആരെങ്കിലും പഠിക്കാനോ ജോലിക്കോ വേണ്ടിയിട്ട് പുറത്തു പോകാൻ നിൽക്കുന്ന വേറെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. പുതിയൊരു പണി വരുന്നുണ്ട്. അമേരിക്കയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഇനി ഭാവിയിൽ യൂറോപ്പിലേക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയും കൂടെ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെ ഫോറിൻ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും വിസ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ടൈമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഫേസ്ബുക്കിലും ഏതിലെങ്കിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ നോക്കി നിങ്ങൾ നല്ലൊരാളാണെങ്കിലേ ഇനി അവരുടെ രാജ്യത്തേക്ക് കയറ്റുള്ളൂ. കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി അപ്രൂവൽ ഹോംലാൻഡ് സെക്യൂരിറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ട് ഇനി വിസയൊക്കെ അപ്രൂവ് ചെയ്യാൻ പോകുന്നുള്ളൂ അമേരിക്ക. അപ്പോൾ ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട്. അമേരിക്കയിലെ ചില ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ ആൻറ്റി സെമിറ്റിസം കൂടുന്നു എന്നൊരു പരാതിയുണ്ട്. അതായത് ഇസ്രായേലുകാർക്ക് എതിരെയുള്ള പല പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും ഈ ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഇത് സ്പ്രെഡ് ആവുന്നു എല്ലാവരുടെയും. ഈ കുട്ടികളിലുള്ള ഈ ആൻറ്റി സെമിറ്റിസം നിർത്താനാണ്. ഇസ്രായേലിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിസയൊക്കെ എപ്പോൾ കട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ഫ്രീ പാലസ്തീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയറോ പോസ്റ്റോ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടു. അമേരിക്ക ഇസ്രായേലിന്റെ ഒരു ബന്ധമാണ് നമ്മളിവിടെ കാണുന്നത്. പിള്ളേർക്കൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങി. ഇപ്പൊ അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമല്ലേ പിള്ളേർ. പക്ഷെ അതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. UK-ലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ലിബറൽ ഗവൺമെന്റ് ആണ് ഇപ്പെങ്കിലും. ഇനി ഭാവിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ട്രംപ് എന്താ ചെയ്തത് അതന്നെ ഇവർ കോപ്പി അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഓരോ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ പോസ്റ്റൊക്കെ അവർ തപ്പിയെടുക്കും. അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ.